തറാവീഹിന്റെ എണ്ണ സംബന്ധിയായ ഈ ചർച്ച നാം നടത്തുമ്പോൾ നമ്മുടെ നാടുകളിലുള്ള ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാലങ്ങളായി നാം തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നു, നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ നിസ്കരിച്ച ആ 20 റക്അത്ത് തന്നെ നാം അങ്ങ് നിസ്കരിച്ചാൽ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഉണ്ടോ എന്ന്. എന്നാൽ അത്തരക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹു ജനിച്ചത് ഹിജറ 849 മഹാനവർ ജനിക്കുന്നതിന് മുമ്പ് ഏകദേശം 8 നൂറ്റാണ്ടോളം സഹാബത്തുൽ കിറാമ മുതൽ മുസ്ലിമീങ്ങൾ തറാവീഹ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ എണ്ണം എത്രയാണ് എന്ന് നിസ്കരിച്ച ആളുകൾക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്നിട്ടും മഹാനവറുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചെറു ഗ്രന്ഥം രചിക്കാനും അൽഹാബിൽ ഫത്താവ എന്ന ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥ സമാഹാരത്തിൽപ്പെട്ട ഈ ഒരു ചെറു ഗ്രന്ഥം ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനും കാരണം എന്ത് എന്നത് പരലോകത്തെക്കുറിച്ച് ഭയമുള്ള മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പൂർവികരായ ആളുകൾ ചെയ്തു വന്നു, നടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കി എന്നതുകൊണ്ട് മാത്രം ഒരു വിഷയം പരിശുദ്ധ ദീനുൽ ഇസ്ലാമായി അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതല്ല എന്നും, മറിച്ച് അതിന്റെ പ്രാമാണികത നമുക്ക് എത്രമാത്രം അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമോ ആ നമ്മുടെ കഴിവിനനുസരിച്ച് നാം അതിനെക്കുറിച്ച് വിശകലനം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ചത് എന്താണോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അത് ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന ഒരു മഹത്തായ സന്ദേശം കൂടി ബഹുമാനപ്പെട്ടവർ ഈ ഗ്രന്ഥ രചനയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. പൂർവികർ ചെയ്തത് അപ്പടി അംഗീകരിച്ചാൽ മതി, അതിന്റെ പ്രമാണങ്ങളെ കുറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ കുറിച്ചോ നാം ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ന നമ്മുടെ നാടുകളിലെ ചില മുറിമൊല്ലമാരുടെ വാദത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതിന് അടിവരയിടുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഈ ഗ്രന്ഥം എന്നത് നമുക്ക് ഈ ഗ്രന്ഥം വായിച്ച് തീരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന് ചോദിച്ചവരോട് അതൊന്നും നാം നോക്കേണ്ടതില്ല, നമ്മുടെ ഇമാമുമാർ പറഞ്ഞതെന്ന് കേട്ടാൽ മതി എന്ന് പറയുന്നതിന് പകരം ബഹുമാനപ്പെട്ടവർ സത്യസന്ധമായി ആ വിഷയം മറുപടി പറഞ്ഞു. അഥവാ നബിതങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന്, ഞാൻ നബിതങ്ങൾ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ ജനങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാവാതിരുന്നപ്പോൾ മുൻഗാമികളായ ആളുകൾ 20 റക്അത്താണ് തറാവീഹ് എന്നതിന് തെളിവായി പിടിച്ച സർവ്വ ഹദീസുകളുടെയും ദൗർബല്യത വിവരിച്ചുകൊണ്ട് അതിന് എതിരായി വന്ന തെളിവുകളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. വലം യസ്ബുത്തു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി റക്അത്തൻ, നബിതങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചു എന്നത് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. വഇന്നമാ സല്ലല്ലാഹു അലൈഹി സലാത്തൻ ലം യുദ്കർ അദദുഹാ സുമ്മ തഅഖറ ഫിൽ ലൈലത്തി റാബിയത്തി ഖശിയത്തൻ തുഫ്റദു അലൈഹിം ഫയജിദു അൻഹാ. ഇത് പറഞ്ഞതിന് ശേഷം നബിതങ്ങൾ 20 നിസ്കരിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകൾ പിടിച്ചു ബി ഹദീസ്, ചില ഹദീസുകളെ വറദഫീഹി ആ 20 മേൽ അറിയിക്കുന്ന ലായസ്ലഹുൽ ഇഹ്തിജാജ് ബിഹി ആ ഹദീസുകൾ കൊണ്ട് നബിതങ്ങൾ 20 നിസ്കരിച്ചു എന്നതിന് തെളിവ് പിടിക്കാൻ പറ്റില്ല. വഅന ഊരിദുഹു, ഞാൻ ആ ഹദീസുകൾ ഇവിടെ കൊണ്ടുവരുന്നു. വഉബയ്യിനു വഹാഅഹു സുമ്മ ഉബയ്യിനു മാ സബത ബിഖിലാഫിഹി, ആ ഹദീസുകളുടെ വങ്കത്തരം ഞാൻ വിശദീകരിക്കും. പിന്നെ അതിനെതിരായി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചിട്ടില്ല എന്നറിയിക്കുന്ന മാ സബത ബിഖിലാഫിഹി അതിനെതിരായി സ്ഥിരപ്പെട്ട ഹദീസുകളെ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു. ഇബ്നു അബീ ശൈബ ഫി മുസ്നദിഹി, ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല ഹദസനാ യസീദ് ബിൻ ഹദസനാ അഖ്ബറനാ ഇബ്രാഹിമു ബിൻ ഉസ്മാൻ അനിൽ ഹഖബി ബിൻ ഉസ്മാൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി റമളാന 20 റക്അത്ത് വൽ വിത്ര, നബിതങ്ങൾ റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണ് അവർ ഇതിൽ തെളിവായി കൊണ്ടുവന്നത്. അഖ്റജു അബ്ദു ബിൻ ഹുമൈദ് ഫി മുസ്നദിഹി, ആ ഹദീസിനെ അബ്ദു ബിൻ ഹുമൈദ് എന്നവർ അവരുടെ മുസ്നദിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ബഗവി ഫി മുഅ്ജമിഹി, ഇമാം ബഗവി അവിടുത്തെ മുഅ്ജമിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ സനദും പറഞ്ഞതിന് ശേഷം അഖ്റജഹു തബ്റാനി, ഇമാം തബ്റാനിയും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഐമിൻ തരീഖി അബീ ശൈബ അയ്വൻ, അബൂ ശൈബയുടെ വഴിയിലൂടെ. ഞാൻ പറയുന്നു, ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട നബിതങ്ങൾ 20 റക്അത്ത് തറാവീഹും വിത്റും നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ളഈഫുൻ ജിദ്ദൻ ലാ തഖൂമു ബിഹി ഹുജ്ജത്തുൻ, അത് തെളിവിന് പറ്റാത്ത വളരെ ദുർബലമായ ഹദീസാകുന്നു. ഖാല ദഹബിയു,
ഇമാം ദഹബി പറഞ്ഞിട്ടുണ്ട് മീസാനി, മീസാൻ എന്ന ഗ്രന്ഥത്തിൽ, ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ അബൂ ഷൈബ അൽ കൂഫി ഖാദി വാസിത്ത്, വാസിത്തിലെ ഖാദിയായിരുന്ന, നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചില ഖാദിമാറും വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും കള്ള ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ അൽബായി സലാഹിൻ ബിദായിഉൽ ഹവാദിസിൽ നിന്ന് നാം മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വാസിത്തിലെ ഖാദിയായിരുന്ന അബൂ ഷൈബ അൽ കൂഫി എന്ന് പറയുന്ന ആളുടെ മകനായ ഇബ്രാഹിം എന്ന വ്യക്തി ഉമ്മിഹി അൽ ഹക്കബി ബിനു ഉയൈന, അവരുടെ ഉമ്മയുടെ ഭർത്താവായ ഹക്കബി ബിനു ഉയൈന എന്ന ആളെ തൊട്ട് ചില ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. കദ്ദബഹു ശുഅബ, അദ്ദേഹം കളവ് പറയുന്ന ആളാണ് എന്ന് ശുഅബ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു മുഈൻ പറഞ്ഞിട്ടുണ്ട് ലൈസ ബിസിഖത്തിൻ, ഈ ഹദീസ് ഉദ്ധരിച്ച ആൾ വിശ്വസ്തനല്ല. വഖാല അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് വഈഫുൻ, ഈ ഹദീസ് ഉദ്ധരിച്ച ആള് ദുർബലനാണ്, വഈഫാണ്, സ്വീകാര്യ യോഗ്യനല്ല. വഖാല അൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട് സഖതു അൻഹു, ഹദീസിന്റെ പണ്ഡിതന്മാരെല്ലാം ഇയാളെ തൊട്ട് മൗനം പാലിച്ചിട്ടുണ്ട്. വഹിയ മീൻ സിയഖ് തജ്രീഹി, അങ്ങനെ അവർ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാതിരിക്കൽ തന്നെ, അഥവാ വിശ്വസ്തനാണെന്നോ അല്ലെന്നോ ഹദീസ് പണ്ഡിതന്മാർ ഒരാളെ കുറിച്ച് പറയാതിരുന്നാൽ അദ്ദേഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വഹിയ മീൻ സിയഖ് തജ്രീഹി, അത് തജ്രീഹിന്റെ, അയാൾ സ്വീകാര്യനല്ല എന്നതിന് മേൽ അറിയിക്കുന്ന വാചകമാകുന്നു. വഖാല നസായി, ഇമാം നസായി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മത്റൂഖുൽ ഹദീസ്, ഇയാളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാവുന്നു. ഖാല ദഹബി, ഇമാം ദഹബി പറഞ്ഞിട്ടുണ്ട് വമിൻ മനാകിരിഹി, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഈ വ്യക്തി ഉദ്ധരിച്ച ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മാ റവാഹു അനിൽ ഹക്കം ഇബ്നു മഖ്സമിൻ അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഹക്കം ഉദ്ധരിച്ച ഒരു ഹദീസ്. ഖാല, എന്താണ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു യുസല്ലി റമദാന ഫീ ഗൈരി ജമാഅത്തിൻ 20 റക്അത്ത് വൽ വിത്ര, റമദാനിൽ ജമാഅത്തിലല്ലാതെ 20 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഖാല വഖദ് വറദലഹു അനിൽ ഹക്മി ഇദ്ദത്തു അഹാദീസ്, ഈ ഹക്മിനെ തൊട്ട് ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹക്കമിനെ തൊട്ട് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം അന്നഹു ഖാല മാ സമീഅതു മിനൽ ഹക്കമി ഇല്ലാ ഹദീസൻ വാഹിദൻ, ഹക്കമിൽ നിന്ന് ഞാൻ ഒരൊറ്റ ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് അബൂ ശൈബത്തുൽ കൂഫി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കുകയും ഒറ്റ ഹദീസ് മാത്രമേ ഞാൻ ഹക്കമിൽ നിന്ന് കേട്ടിട്ടുള്ളൂ എന്ന് ഇദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാല വഹുവ അല്ലദീ റവാ ഹദീസ മാ ഹലകത്തു ഉമ്മത്തുൻ ഇല്ലാ ഫീ ആദാരിൻ വലാ തഖൂമു സാഅതു ഇല്ലാ ഫീ ആദാരിൻ വഹുവ ഹദീസുൻ ബാത്തിൻ ലാ അസ്ല ലഹു, ഒരടിസ്ഥാനവുമില്ലാത്ത ഇങ്ങനെ ഒരു ഹദീസാണ് ഹക്കമിൽ നിന്ന് ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന വ്യക്തി ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഹദീസ് മാത്രമേ ഹക്കമിൽ നിന്ന് അയാൾ കേട്ടിട്ടുള്ളൂ എന്നൊരു സ്ഥലത്ത് അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തറാവീഹിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ധാരാളം ഹദീസുകൾ ഹക്കമിൽ നിന്ന് അയാൾ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇന്താ കലാമു ദഹബി, ദഹബിയുടെ വാക്ക് അവസാനിച്ചു. വഖാല മുസ്നി ഫി തഹ്ദീബിഹി, ഇമാം മുസ്നി റഹിമഹുല്ലാഹ് അവിടുത്തെ തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട് അബൂ ശൈബ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന വ്യക്തി ലഹു മനാകിർ, തള്ളപ്പെടേണ്ട ധാരാളം ഹദീസുകൾ അയാൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മിൻഹ ഹദീസു കാന യുസല്ലി ഫി റമദാന 20 റക്അത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന ഹദീസും അദ്ദേഹം ഉദ്ധരിച്ച കള്ള ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. വീണ്ടും ഇമാം മുസ്നി റഹിമഹുല്ലാഹ് പറഞ്ഞു ഖാല വഖദ് അഹ്ബഹു അഹ്മദ് വഇബ്നു മുഈൻ വൽബുഖാരി വന്നസായി വഅബൂ ഹാത്തിം റാസി വഇബ്നു അദീൻ വഅബൂ ദാവൂദ് വതുർമുദി വൽഅഹ്വസ് ഇബ്നു മുഖവൽ ഗലാബി, ഈ വ്യക്തിയെ കുറിച്ച് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇബ്നു മുഈൻ, ബുഖാരി, നസായി, അബൂ ഹാത്തിം, ഇബ്നു അദീ, അബൂ ദാവൂദ്, തുർമുദി, അഹ്വസ് റഹിമഹുമുല്ലാഹ്, ഇവരെല്ലാവരും ഈ വ്യക്തി സ്വീകാര്യയോഗ്യനല്ല, വഈഫായ വ്യക്തിയാണ് എന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല തുർമുദി ഫീഹി, ഇയാളെ കുറിച്ച് ഇമാം തുർമുദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മുൻകറുൽ ഹദീസ്, ഇയാളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാകുന്നു. വഖാല ജൗസാനി സാഖിത്ത്, ജൗസാനി പറഞ്ഞിട്ടുണ്ട് ഇയാൾ തള്ളപ്പെടേണ്ട ആളാകുന്നു. വഖാല അബൂ അലി നൈസാബൂരി, അബൂ അലി നൈസാബൂരി എന്നവർ പറഞ്ഞിട്ടുണ്ട് ലൈസ ബിൽ ഖവി, ഇയാൾ ഹദീസ് സ്വീകരിക്കാൻ മാത്രം പ്രാപ്തനായ ആളല്ല. വഖാല സാലിഹ് ഇബ്നു മുഹമ്മദ് അൽ ബഗ്ദാദി, സാലിഹ് ഇബ്നു മുഹമ്മദ് അൽ ബഗ്ദാദി എന്നവർ പറഞ്ഞിട്ടുണ്ട് വഈഫുൻ ലാ യുക്തബു ഹദീസുഹു, ഇയാളുടെ ഹദീസുകളൊന്നും രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരു തള്ളപ്പെടേണ്ട വ്യക്തിയാകുന്നു. വഖാല മുആദ് അൽ അംബരി, മുആദ് അൽ അംബരി എന്നവർ പറഞ്ഞിട്ടുണ്ട് കതബ്തു ഇലാ ശുഅബ റഹിമഹുല്ലാഹുവിലേക്ക് ഞാൻ എഴുതി ചോദിച്ചു അസ്അലുഹു അൻഹു അർവി അൻഹു, ഈ വ്യക്തിയുടെ ഹദീസ് ഞാൻ ഉദ്ധരിക്കട്ടെയോ എന്ന്. ഖാല ലാ തർവി അൻഹു, ഈ വ്യക്തിയുടെ ഹദീസുകളൊന്നും നിങ്ങൾ ഉദ്ധരിക്കരുത്. ഫൈന റജുലുൻ മദ്മൂമുൻ, ആക്ഷേപിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇനി വമൻ ഇത്തഫഖ ഹഉലാഇ ലൈമ വലാ തുഈബിഹി,
ഇത്രയും പണ്ഡിതന്മാർ ദുർബലനാണ് എന്ന് ഏകകണ്ഠമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തി അയാളുടെ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാൻ ഒരിക്കലും നിർവാഹമില്ല. പ്രശസ്തരായ എല്ലാ ആളുകളുടെയും ചരിത്രങ്ങൾ അറിയുന്ന ഈ രണ്ട് ഹാഫിദീങ്ങളായ പണ്ഡിതന്മാർ അയാളെ കുറിച്ച് എന്തൊക്കെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? വലം അഹദിൻ, അവർ രണ്ടുപേരും ഒരാളെ കുറിച്ചും നഖ്ൽ ചെയ്തിട്ടില്ല. അന്നഹു അസ്സഖഹു, ഈ വ്യക്തി സ്വീകാര്യ യോഗ്യനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് വലാബി അതിനാ മറാത്തിബി തഅദീലി, സ്വീകാര്യതയുടെ എന്തെങ്കിലും ഏറ്റവും ചെറിയ യോഗ്യത പോലും ആ ഹദീസ് ഉദ്ധരിച്ച വ്യക്തിക്കില്ല. വഖദ് ഖാല ദഹബി പറഞ്ഞിട്ടുണ്ട്, വഹു മിൻ അഹ്ലിൽ ഇസ്തിഖ്റാഇ താമി ഫീ നഖ്ദി റിജാലി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ സ്വീകാര്യയോഗ്യരാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യുന്ന വിഷയത്തിൽ നല്ല നിപുണനായ വ്യക്തിയാണ് ഇമാം ദഹബി. ആ ദഹബി പറഞ്ഞിട്ടുണ്ട്, ലം യത്തഫിഖ് ഇസ്നാനി മിൻ അഹ്ലിൽ ഫന്നി, ഈ ഹദീസിന്റെ വ്യക്തികളെ കുറിച്ച് നിരൂപണം നടത്തുന്ന രണ്ടുപേർ ഒത്തുവന്നിട്ടില്ല അലാ തജ്രീഹി സിഖത്തിൻ, ഏതെങ്കിലും ഒരു വിശ്വസ്തനായ ഒരാളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നതോ വലാ തൗസീഖ് ദഈഫിൻ, ദുർബലനായ ഒരാളെ കുറിച്ച് അയാൾ വിശ്വസ്തനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയോ. ശുഅബ റഹിമഹുല്ലാഹിനെ പോലെയുള്ള ആളുകൾ കള്ളന്മാരാണെന്ന് പറഞ്ഞ ആള് ഫലാ യുൽതഫതു ഇലാ ഹദീസിഹി, അദ്ദേഹത്തിന്റെ ഹദീസിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. മാതസ്രീഹിൽ ഹാഫിദീനൽ മദ്കൂരീന നഖ്ലൻ ഹുഫാദി, ഹാഫിദീങ്ങളായ ആളുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട മേൽപറയപ്പെട്ട രണ്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കലോടുകൂടെ ഇന്ന ഹാദൽ ഹദീസ മിമ്മാ അൻകറ അലൈഹി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ മേൽ വളരെ ഇൻകാർ ചെയ്യപ്പെട്ട ഹദീസാണ്. വഫീ ദാലിക കിഫായത്തുൻ ഫീ റദ്ദിഹി, ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് ഇത് തന്നെ മതി. വഹാദ അഹദുൽ വുജൂഹി അൽ മർദൂദ് ബിഹാ, ഈ 20 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിച്ചു എന്നതിനെ തള്ളാനുള്ള വഴികളിൽ വെച്ച് ഒരു വഴിയാണ് ഇത്. വൽ വജൂഹ് സാനി, നബി തങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്നതിന് രണ്ടാമത്തെ തെളിവ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.